വിളിക്കുള്ളൂ, അവനെ ഞാൻ ഇഷ്ടപ്പെടുള്ളൂ, അവനുമായി എനിക്ക് ചങ്ങാത്തമുള്ളൂ. നമ്മുടെ ഭാര്യമാർ നമുക്ക് ഇഷ്ടപ്പെട്ടവളും നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് ഇഷ്ടപ്പെട്ടവനുമാണെങ്കിൽ ജീവിതം എത്ര സന്തോഷകരമാണ്. അതിൻ്റെയൊക്കെ മുമ്പ് തിന്മകളിലേക്ക് വഴിമാറി സഞ്ചരിച്ച് തിന്മകളുടെ മഹാഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയതിന് ശേഷം ഒരു തിരിച്ചുവരവ് അള്ളാഹു നൽകിയില്ലെങ്കിൽ നമ്മൾ വ്യഭിചാരികളായിട്ടല്ലേ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുന്നത് എന്ന് വളരെ വേദനയോടുകൂടെ നമ്മൾ ഓർക്കണം. കിഫിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളാണെങ്കിലോ അള്ളാഹുവിനെ ഭയപ്പെട്ടവളാണ്. ഇത് പുണ്യനബി പഠിപ്പിച്ച ഹദീഥാണിത്, സ്വഹീഹായ ഹദീഥാണ്. ثم أصابتها حاجة فجاءت إليه. അങ്ങനെ അവൾക്ക് ദാരിദ്ര്യം വന്നു, പ്രയാസം വന്നു. ഇവൻ പൈസക്കാരനായിരുന്നു, കാശുണ്ടായിരുന്നു. അപ്പൊ അവൻ്റെ അടുത്തേക്ക് വന്നു. മനുഷ്യൻ ദുർബലനാണ്. ദാരിദ്ര്യം വരുമ്പോ കാശുള്ളിടത്തേക്ക് ചിന്തിക്കുന്നത് അവരടുത്ത് പോയാൽ എൻ്റെ കാര്യം നടക്കുമോ, അയാളെ കണ്ടാൽ എൻ്റെ വിഷയം സാധ്യമാകുമോ എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ഈ പെണ്ണിന് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നു. കിഫലിൻ്റെ അരികത്തേക്ക് ചെന്ന് എന്തെങ്കിലും ഒരു കാശ് ചോദിച്ചാൽ അവൻ തരുമായിരിക്കും. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മളോട് പുണ്യനബി തങ്ങൾ ചെയ്തിരുന്നൊരു പ്രാർത്ഥന നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ചെയ്ത ദുആയ, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റൂല. എന്താണത്? അല്ലാഹുമ്മ ഹീനി മിസ്കീനൻ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ ഒരു ദരിദ്രനായി ജീവിപ്പിക്കണമേ, ഒരു ദരിദ്രനായി മരിപ്പിക്കണമേ, ദരിദ്രന്മാരുടെ കൂടെ എന്നെ പുനർജന്മം നൽകണമേ. അവസാനത്തിൽ നമുക്കൊന്നും വരക്കാൻ പറ്റും, പക്ഷേ ദരിദ്രനായി ജീവിപ്പിക്കണമേ എന്ന് നമ്മളോട് ദുആ ഇരക്കരുതെന്നാണ്. ഹാദിഹി ദുആ ഖാസ്സത്തുൻ ബിറസൂലില്ലാഹ്. നബി തങ്ങൾക്ക് പ്രത്യേകമായ പ്രാർത്ഥനയാണത്രേ. എന്താ കാരണം എന്നറിയോ? പടച്ചവനെ, എനിക്ക് ദാരിദ്ര്യം നൽകണമേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്താൽ, നേരം വെളുത്താൽ കട്ടൻ ചായ കുടിക്കാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ലാതെ വരുമ്പോ, നമ്മുടെ മക്കള് വിശന്ന് കരയുമ്പോ, അവർക്ക് അന്നം കൊടുക്കാൻ കഴിയാതെ വരുമ്പോ, വസ്ത്രം മാറാനില്ലാതെ വരുമ്പോ, ഭാര്യ പോലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ കൂടെ ജീവിതം ദുസ്സഹമാണ് എന്ന് പറഞ്ഞ് നമ്മ വിട്ട് ഇറങ്ങിപ്പോകുമ്പോ, ആ ദാരിദ്ര്യം സഹിക്കാൻ വലിയ ക്ഷമ വേണ്ടി വരും. ആ ക്ഷമ ആർക്കുണ്ട്? അഷ്റഫുൽ ഖൽക്കിനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം സഹിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ ദുആ ഇരക്കേണ്ടത് അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക്. അല്ലാഹുവേ, ഹലാൽ കൊണ്ട് ഐശ്വര്യം നൽകണമേ. അൻ ഹറാമിക്, ഹറാമായ സമ്പാദ്യം ഒന്നും എനിക്ക് വേണ്ട റബ്ബേ, ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണം. ആരുടെ മുമ്പിലും ചെന്ന് കൈനീട്ടുന്ന അവസ്ഥ വരരുത്. اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك. പടച്ചവനെ, നിന്നെ അനുസരിച്ച് ജീവിക്കണം, തെറ്റ് ചെയ്തു പോകരുത്. വബിഫദ്ലിക, നീയായിട്ട് എൻ്റെ മുമ്പിലേക്ക് റബ്ബേ ഔദാര്യം എത്തിച്ചു തരണം. വബിഫദ്ലിക അമ്മൻ സിവാക്, മറ്റു ആളുകളോട്, മനുഷ്യരോട് ചെന്ന് എന്നെ സഹായിക്കണേ എന്ന് പറയാൻ കഴിയാത്ത വിധം, ചോദിക്കേണ്ടതില്ലാത്ത വിധം അല്ലാഹുവേ, നീ എനിക്ക് നിന്റെ അനുഗ്രഹം ചൊരിഞ്ഞു തരേണമേ എന്ന് ദുആ ഇരക്കാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം ചോദിക്കേണ്ട, നമുക്കതിന് പറ്റില്ല, സഹിക്കാൻ പറ്റൂല. വറാവദതുഹുൽ ജിബാലു ശുമ്മു അൻ മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وكيف تدعو إلى الدنيا ضرورة من وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. مولاي صل وسلم دائما. പുണ്യനബിയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? നബി തങ്ങൾ
അവിടുന്ന് വേണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഉഹദ് പർവ്വതമടക്കം സ്വർണമായി മാറാൻ ഹബീബിന് വേണ്ടി റെഡിയായിരുന്നു. തങ്ങളുടെ അടുത്ത് വന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം, അന്ന് മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനത്തേക്ക് വന്നപ്പോഴേ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നാട്ടിൽ ഉപേക്ഷിച്ചു പോന്നിരിക്കുകയാണ്, ഒന്നും കയ്യിലില്ല. ആ സമയം പുണ്യനബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, മദീനയിൽ അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ കച്ചവടം ചെയ്യണം, കച്ചവടം ചെയ്യണം. അതുകൊണ്ടാണ് കച്ചവടം ദീനിൽ വലിയ പുണ്യമുള്ള ഒരു ജോലിയാണ്. കച്ചവടം ചെയ്യുക, അത് സത്യസന്ധമായിട്ട് ചെയ്യുക. നമ്മുടെ ദുബൈയിലേക്കൊക്കെ കുറേ കാലമായിട്ട് അലയൊക്കെ എന്നല്ല പറയല്, അലയ കച്ചവടപ്പില്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ കച്ചവടക്കാർ, നമ്മുടെ നാട്ടുകാരായ ആൾക്കാർ നാട്ടിൽ നിന്ന് പുറം നാട്ടിൽ പോയി ജോലി ചെയ്ത് കച്ചവടക്കാർക്കൊക്കെ ഖിയാമത്ത് നാൾ ഒരുപാട് കിട്ടൂട്ടോ. എന്തേന്നറിയോ? കടം വാങ്ങി തിരിച്ചരാത്ത പൈസ ഉണ്ടാവും, ഒരു ലോഡ് തരാന്ന് പറഞ്ഞ് മുങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ നാളെ മശറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുള്ളൂ, ഇവിടുന്ന് കിട്ടൂല ചിലപ്പോൾ. പൊന്നു സഹോദരങ്ങളെ, കൊടുക്കാനുള്ളത് കൊടുത്തോളൂ, ഇന്ന് കൊടുത്തോളൂ. നാളെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിസ്കാരം നോമ്പൊക്കെ എടുത്ത് കൊടുക്കാണ്ടാവുക. ഇപ്പം കൊടുക്കാൻ എന്തെങ്കിലും പറഞ്ഞ് പൊരുത്തപ്പെടിക്കെങ്കിലും ചെയ്യാം. കച്ചവടക്കാർക്ക് വലിയ ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആരും നാട്ടിൽ കച്ചവടം ചെയ്യൂല. നാട്ടുകാർക്ക് കടം കൊടുക്കേണ്ടി വരുന്നു വെച്ചിട്ട് കച്ചവടം വല്ല നിലമ്പൂരോ ഇടക്കരയൊക്കെ കൊണ്ടുപോയി ചെയ്യും. നാട്ടുകാരോട് ഇപ്പോൾ കടം തരൂല എന്ന് പറഞ്ഞാൽ പിന്നെ കച്ചവടം പൊളിയും. അപ്പോൾ പിന്നെ വേറെ എവിടെയും പോകാൻ നല്ലതെന്ന് പറയും. അവർക്കൊരുപാട് കിട്ടാണ്ടാവും. അപ്പോൾ ഹക്കടപാടുകൾ വലിയ വിഷയമാണ്. കച്ചവടം ചെയ്തോളൂ. തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിസ്സൂഖ്, നിങ്ങളെല്ലാവരും മദീനയുടെ അങ്ങാടികളിലേക്ക് ഇറങ്ങിക്കോളൂ. സഹാബികൾ പറയും, പൊന്നാര നബി, കയ്യിൽ കാശില്ലാതെ ഞങ്ങൾ എങ്ങനെ കച്ചവടം ചെയ്യാം? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 4 ദിർഹം കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നബിയെ 4 ദിർഹമേ എൻ്റെ കയ്യിലുള്ളൂ. 4 ദിർഹം. അതിന് വാടക കൊടുക്കാൻ പറ്റുമോ? ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുമോ? തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളെ കൈ ഇങ്ങ് നീട്ടിക്കണെന്ന് പറഞ്ഞു. കൈ നീട്ടാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ ആ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ സഫഖതി യദി. അല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന കച്ചവടത്തിൽ അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണമേ. അവർ പറയാണ്, ഇനിയാണ് ഞാൻ പറയുന്ന വിഷയവുമായി ബന്ധിക്കുന്നത്. അവർ പറയാണ്, തങ്ങൾ ആ ദുആ ചെയ്തതിന് ശേഷം ഞാൻ കച്ചവടം തുടങ്ങി. കച്ചവടം അങ്ങ് പൊടി പൊടിച്ചു. പുണ്യനബിയുടെ പ്രാർത്ഥന കിട്ടിയപ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, ചില പാറക്കല്ലൊക്കെ കണ്ടാൽ അതങ്ങ് മറിച്ചിട്ടാൽ അതിനടിയിൽ സ്വർണ്ണം ഉണ്ടാവുമെന്ന്. ഞാൻ എന്ത് ചെയ്താലും ലാഭം, എവിടെയും ലാഭം, ഏത് കച്ചവടവും വിജയിക്കും. തൊട്ടത് മുഴുവൻ പൊന്നാക്കുന്ന വിധം അള്ളാഹു എനിക്ക് ബറക്കത്ത് തന്നു. ആരുടെ ബറക്കത്ത്? പുണ്യനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ ബറക്കത്താണത്. അപ്പോൾ ആ തങ്ങൾക്ക് ദുന്യാവ് വേണമെങ്കിൽ പ്രയാസമുണ്ടോ? തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്താണ് കച്ചവട സംഘവുമായി വന്നത്. 1000 ഒട്ടകപ്പുറത്ത്. 1000 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000 പിക്കപ്പോ 1000 ട്രക്കുകളോ എന്ന് സങ്കല്പിക്കാം. ഇന്നത്തെ ചുമട് കൊണ്ടുവരുന്ന സാധനങ്ങൾ 1000 ഒട്ടകങ്ങൾ. അത് മുഴുവൻ മദീനക്കാർക്ക് മുഴുവൻ സ്വതക്ക ചെയ്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ. ഒരിക്കൽ അത് മറ്റൊരു സംഭവം. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة വല്ലാഹു ഖൈറുർ റാസിഖീൻ. അന്ന് മദീനയിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കച്ചവട സംഘം വരുന്ന ആരവം കേട്ടുകൊണ്ട് മസ്ജിദിലുള്ള മുഴുവൻ ആളുകളും ഇറങ്ങി ഓടി, കുറച്ച് സ്വഹാബികൾ ഒഴികെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം വന്നപ്പോഴാണ് ആ സംഭവം നടന്നത്. പുണ്യനബി തങ്ങൾ മിമ്പറിൽ നിൽക്കുകയാണ്. ഖുർആൻ ആയത്തിറങ്ങി, വഇദാ റഅൗ തിജാറതൻ ഔ ലഹ്വൻ ഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ. നബിയേ, അങ്ങ് നിൽക്കുന്ന ആ മിമ്പറിൽ അങ്ങ് നിൽക്കുകയും മുമ്പിൽ ആളുകളില്ലാതിരിക്കുകയും വരുന്ന വിധം കച്ചവടം കണ്ടപ്പോൾ, ഉത്സവമേളങ്ങളെ പോലെ വാദ്യങ്ങൾ കേട്ടപ്പോൾ അവർ ഇറങ്ങി ഓടിയല്ലേ നബിയേ. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ.
അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗമാണ്. നിങ്ങളുണ്ടാക്കുന്ന കച്ചവട സാധനങ്ങളെക്കാളൊക്കെ വലുത് നന്മയും പുണ്യവും സ്ഥാനവും മഹത്വവും അതിനു തന്നെയാണ് എന്ന് നബിയേ അവരോട് പറഞ്ഞു കൊടുക്കണമേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുണ്യ ഹബീബിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, നബിയേ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഒട്ടകസംഘം വന്നപ്പോൾ ആ സമയം ജുമുഅയുടെ നേരവുമായി യോജിച്ചു വന്നു. എൻ്റെ ഒട്ടകസംഘത്തിൽ ഒരുപാട് ആളുകളുടെ ഉപ്പമാർ, ഈ മക്കളുടെ ഉപ്പമാരിൻ്റെ കൂടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന മക്കളുടെ മക്കൾ, ഉപ്പമാരുടെ മക്കൾ എൻ്റെ കൂടെയുണ്ട്. വാപ്പാക്ക് മോനെ കാണണം, മോനെ വാപ്പയെ കാണണം. കച്ചവട സംഘം വന്നപ്പോൾ ആ ഒരു ഓർമ്മയിൽ അവർ ഇറങ്ങി ഓടി, നബിയേ അത് എനിക്ക് പറ്റിയ തെറ്റാണ്. അതുകൊണ്ട് 1000 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും എല്ലാം ഹബീബേ മദീനയിലെ മിസ്കീന്മാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്യുകയാണ്. ഇതിലൊന്നും എനിക്ക് ഈ വർഷം കച്ചവടം വേണ്ട. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. കച്ചവടം അവിടെ നിർത്തിവെച്ചു, സ്വതക്ക ചെയ്തു. 1000 ഒട്ടകപ്പുറം. ഇതൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണെന്നറിയോ? 4 ദിർഹം കൊണ്ട്. എവിടുന്ന്? നബി തങ്ങൾ കൈ പിടിച്ച് ദുആ ചെയ്ത് കൊടുത്തതാ. അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖതിഹി. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറയാം, നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോഴേ സാർമാരെ കൊണ്ട് ദ്വാരപ്പിക്കും, തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിക്കും, മുതഅല്ലിമീങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കും, ദർസിൽ യതീംഖാനെ കൊണ്ട് ദ്വാരപ്പിക്കും. ആദ്യമായിട്ട് പോകുമ്പോഴേ പിന്നെ നമ്മൾ ജോലിക്കായി റാഹത്തായി നല്ല നിലക്കൊക്കെ ജീവിക്കുമ്പോഴേ ഈ പഴയ ദ്വാരന്ന് പോയ ഉസ്താദന്മാരൊന്നും അവിടെ നിന്ന് പിന്നെ ഓർമ്മ ഉണ്ടാവാറില്ല. അപ്പം അതെന്ത് ചെയ്യണം? ഓർമ്മയിൽ കൊണ്ടുവരണം എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഞാൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ദാൽഹുദയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ ചെന്നത് മർഹൂം പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അടുത്തായിരുന്നു. തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് നിന്ന് പൊരുത്തം വാങ്ങി ദുആ ചെയ്യിപ്പിച്ച്. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ ഹൈദർ അലി ശിഹാബ് തങ്ങളെ കാണണം എന്ന് എനിക്കത് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം തങ്ങളുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അതുമാത്രമല്ല, തങ്ങൾ വാക്കിന് വലിയ അസറുള്ള ആൾ. തങ്ങളെപ്പറ്റി അടുത്തറിയുന്നവർ മുഴുവൻ പറയും, പറഞ്ഞാൽ ആ പറഞ്ഞതാണ്. അതായത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, കുഞ്ഞുമോൻ കാക്കിയ, നമ്മുടെ കൂട്ടിലങ്ങാടി അടുത്ത്. അദ്ദേഹം മക്കയിലാണ്. മക്ക KMCCയുടെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ സൗദി KMCCയുടെ പ്രസിഡൻ്റാണ് കുഞ്ഞുമോൻ കാക്കിയ. അദ്ദേഹത്തിൻ്റെ കാക്കിയ എന്ന് പറയുന്ന മക്കയിലെ സ്ഥലമാണ്. അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അറബി പിടിച്ചെടുത്തു. കുഞ്ഞുമോക്ക വലിയ വിഷമത്തിലായി. കുഞ്ഞുമോക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമസ്തക്കും മുസ്ലിം ലീഗിനും KMCCക്കും ഒക്കെ ജീവൻ മറന്ന് സേവനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വലിയ വിഷമത്തിലായി. പണക്കാട് തങ്ങൾ ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഒന്ന് കണ്ടു. തങ്ങൾ മക്കയിൽ വന്നു ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് കുഞ്ഞുമോക്ക നേരിട്ട് പറഞ്ഞതാണ്. കുഞ്ഞുമോക്ക പറഞ്ഞൊരു വാക്കുണ്ട്, തങ്ങളെ റൂമിൽ നിന്ന് കൊണ്ടാക്കി ഞാൻ വരുമ്പോൾ തങ്ങൾ വണ്ടിയിൽ തന്നെ ഇറങ്ങാതെ നിന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുമോൻ, ആ കേസ് നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു. കേസ് ജയിക്കാൻ 2 ദിവസം കഴിഞ്ഞാലേ അറിയുള്ളൂ. കുഞ്ഞുമൊക്കെ പറയാ, അറബി എനിക്കെതിരെ കൊടുത്ത എല്ലാ കേസും തള്ളിപ്പോയി എന്ന് മാത്രമല്ല, എനിക്കനുകൂലമായി വിധി വന്നു എന്ന് മാത്രമല്ല, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 2 ഇരട്ടി അന്ന് തന്നെ അള്ളാഹു തിരിച്ചു തന്നു. ഇപ്പം അദ്ദേഹം വലിയ ബിസിനസ് ചെയ്ത് വിജയിച്ചിരിക്കുകയാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു പറഞ്ഞു, ഹൈദർ അലി ശിഹാബ് തങ്ങളെന്ന് എൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുമോൻ ആ കേസ് ജയിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു എന്നാണ്. അതായിരുന്നു മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ. അള്ളാഹു ആ കുടുംബത്തിന് ഇസ്സത്ത് എന്നും നിലനിർത്തി കൊടുക്കട്ടെ. മഹാന്മാരായ സയ്യിദന്മാർ അവരുടെ മരിച്ചുപോയുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഞാൻ പറയും, ഞാൻ എപ്പോഴും ഓർക്കുന്നതും നിങ്ങളോട് പറയുന്നതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറയാൻ. ആ ഒരു ബന്ധം നമ്മൾ ആരോട് ദുആ ചെയ്യിച്ചിട്ടാണോ പോയത്, അവരുടെയൊക്കെ ദുആയിൻ്റെയും ഒരു ആമീനിൻ്റെയൊക്കെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ അവരോട് ആ ബന്ധം ഓർമ്മിപ്പിക്കുകയും കാണുമ്പോൾ ചെന്ന്, സമയം കിട്ടുമ്പോഴൊക്കെ ചെന്ന് കാണുകയും ചെയ്തിരുന്നു. ഇന്നലെ തങ്ങളെ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ പറയാണ്, എപ്പോഴും നമുക്കൊരു നിഅമത്തിന് കാരണക്കാരാകുന്ന ആളുകളെ നമ്മൾ ഓർക്കണം. ഉസ്താദുമാരും നമ്മൾ ആദ്യം ദ്വാരപ്പിച്ച സ്ഥലം, ആ ദർസ് അല്ല യതീംഖാന, അല്ലെങ്കിൽ ആ ഒരു മഖാം, അവിടുത്തെ ഉസ്താദ് ആരോടാണോ എവിടെ നിന്നൊക്കെയാണോ നമ്മളങ്ങോട്ട് തിരിച്ചെത്തണം. അള്ളാഹു ചെയ്ത നിഅമത്തിനെ മറന്നു പോകരുത്. അള്ളാഹു നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ പരിപാടിക്ക് ബുദ്ധിമുട്ട്, ചില ദാരിദ്ര്യത്തിലൂടെ കുഫറിലേക്ക് വരെ എത്തിപ്പെടും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ അങ്ങനെ ഒരു സൈഡിലേക്ക് സംഭവത്തിലേക്ക് പോയത്. ഫഅസ്വാബത്ത് ഹാജ,
ഒരുപാട് കാലം കാമുകനായി പിന്നാലെ നടന്നിട്ടും ആ പെണ്ണ് വ്യഭിചാരത്തിന് സമ്മതം കൊടുത്തില്ല, അവൾ അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നപ്പോ ഈ കിഫിലിനോട് എന്തെങ്കിലും 100 ദീനാർ 100 ദീനാർ ആവശ്യപ്പെട്ടുകൊണ്ട് ആ പെണ്ണ് വരികയാണ്. അപ്പോൾ അയാൾ ആ കിഫിൽ നിർബന്ധം പിടിച്ചു. തിന്മ ചെയ്ത് നടക്കുന്ന ഒരാൾ, ആലോചിച്ച് നോക്കി, അവളോട് പറഞ്ഞു, നിനക്ക് ഞാൻ 100 ദീനാർ തരാം, അൻ തുഖല്ലിയ ബൈനി വബൈന നഫ്സിക്, എന്ത് ചെയ്യണം, എനിക്ക് വ്യഭിചാരത്തിന് നിന്ന് തരണം. ഇതായിരുന്നു അവൻ്റെ ഉദ്ദേശ്യം. അവൾ പേടിച്ചു, അവൾ സങ്കടപ്പെടാൻ തുടങ്ങി. പടച്ചവനെ, ഒരു ദാരിദ്ര്യം വന്നതിൻ്റെ പേരിൽ ഒരു വ്യഭിചാരത്തിന് നിന്ന് കൊടുക്കേണ്ട വരുന്നൊരു ഗത്യന്തരത്തിലേക്ക് ഞാൻ എത്തിയല്ലോ റബ്ബേ. അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ثم قعد منها مقعد الرجل من امرأته فارتعدت وبكت. ആ ഒരു മഹാ തിന്മ നടക്കാൻ പോകുന്ന സമയം ഫർതഅദത്, ആ പെണ്ണ് വറവറക്കാൻ തുടങ്ങി. വബകത്, അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. യൗവനത്തിൻ്റെ ആ ഒരു ചൂടിലും ഊഷ്മളതയിലും നിൽക്കുമ്പോൾ തിന്മയുടെ രസം, അതിൻ്റെ പിറകെ വരുന്ന അദാബിനെ മറപ്പിച്ചു കളയുന്നത് സ്വാഭാവികം. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു. ഏതൊരു തിന്മയ്ക്ക് ശേഷവും വരാനുള്ളത് ശിക്ഷയാണെങ്കിൽ ആ തിന്മയ്ക്ക് എന്ത് ആനന്ദം. ആ പെണ്ണ് വിറക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. മാ യുബ്കീകി, എന്തിനാണ് നീ കരയുന്നത് എന്ന് അയാൾ ചോദിച്ചു. ഈ ചരിത്രം പറഞ്ഞു തരുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ പറഞ്ഞു, ഹാദാ അംറുൻ മാ ഫഅൽതുഹു ഖത്തു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തിന്മയാണിത്. വഇന്നമാ ഫഅൽതുഹുൽ ആന ലിൽ ഹാജ, ഞാനിത് ചെയ്യുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്, ദാരിദ്ര്യമില്ലായിരുന്നുവെങ്കിൽ ഞാനിത് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണവൾ. ഒരു തിന്മ നടക്കുമ്പോൾ ആ തിന്മ ആസ്വദിക്കുന്നതും ആ തിന്മയിൽ പേടിക്കുന്നതും രണ്ടും രണ്ടല്ലയോ. ഫഅഖ്ബല അലാ നഫ്സിഹി യുവബ്ബിഹുഹാ. ഒരു തിന്മ അയാൾ ആഗ്രഹിച്ചത്, വർഷങ്ങളോളം ഇവളുടെ പിന്നാലെ നടന്നിട്ട് കിട്ടാത്തത് സാധ്യമായപ്പോൾ ഈ പെണ്ണിന്റെ കരച്ചിൽ കേട്ടപ്പോ കിഫിലിന്റെ മനസ്സിനെന്തോ ചില ചിന്തകൾ കോറിയിടുകയാണ്. അയാൾ ചിന്തിച്ചു പോയി, റബ്ബേ, ഒരു തിന്മയും ഒഴിവാക്കാതെ നടക്കുന്ന ഞാൻ, മദ്യപാനം എൻ്റെ ശീലം, വ്യഭിചാരം പറ്റുന്നിടത്ത് മുഴുവനും അങ്ങനെ തിന്മകൾ എൻ്റെ കൂടപ്പിറപ്പ്, അങ്ങനെ നടക്കുന്ന ഞാൻ, ലാ അബ്കി, എനിക്കെന്താണ് കരച്ചിൽ വരാത്തത്. വഹാദിഹിൽ മർഅ, ഈ പെണ്ണാണെങ്കിലോ മാ ഫഅലത് മഅസിയതൻ ഖത്തു, ഇപ്പോഴും കന്യകയായി നടക്കുന്ന, അല്ലാഹു